വിധി വില്ലനായപ്പോൾ പ്രദീപിന് നഷ്ടമായത് ജീവിതമാണ്. 41-ാം വയസ്സിൽ സംഭവിച്ച ബൈക്ക് അപകടം പ്രദീപിന്റെ ജീവിതത്തെ തലകീഴായി മറിച്ചു. പ്രദീപിന് ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സുമനസ്സുകൾ കനിയണം. തിരുവനന്തപുരം കവടിയാറിലെ സ്വകാര്യ സ്ഥാപനത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു പ്രദീപ്. 2022 മെയ് 4-ന് പതിവ് പോലെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങവെയുണ്ടായ അപകടം പ്രദീപിന്റെ ജീവിതത്തെ പാടെ ഉലച്ചു കളഞ്ഞു. എതിർദിശയിലെത്തിയ ലോറിയുടെ വെളിച്ചം കണ്ണിലേക്കടിച്ചു. ബൈക്ക് ഒതുക്കാൻ ശ്രമിക്കുന്നതിനിടെ ബൈക്ക് റോഡിലെ കുഴിയിലേക്ക് വീണു. ഈ അപകടത്തിൽ സ്പൈനൽ കോഡ്, നട്ടെല്ല്, ഇടത്തേക്കാലിന്റെ തുട എന്നിവ തകർന്ന കിടപ്പിലാണ് വെള്ളനാട് ഭഗവതി നഗർ സ്വദേശിയായ പ്രദീപ്. പെട്ടെന്ന് ബൈക്ക് ഓടിച്ച് വന്ന് കയറിയതും ആ കുഴി കണ്ടതും വണ്ടി കുഴിയിലേക്ക് വിടാതിരിക്കാൻ വേണ്ടി വെട്ടി തിരിച്ചു. അപ്പോൾ എതിർദിശയിൽ ഒരു ലോറി വന്ന് കയറി അതിൻ്റെ വെട്ടം കണ്ണിലടിച്ചു. പെട്ടെന്ന് മറിയാതിരിക്കാൻ വേണ്ടി ഞാൻ കാലൂന്നിയതും ആ കുഴിയുടെ സൈഡ് ഇട്ട് ഞാൻ കുഴിക്കകത്തോട്ട് വീഴുകയായിരുന്നു. അപ്പോഴേക്കും എൻ്റെ പൂർണ്ണമായും എൻ്റെ ചലനശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. കൈ കാലുകളൊന്നും അനങ്ങാത്തൊരവസ്ഥ. ഞങ്ങളൊരു പാവപ്പെട്ട വീടായതുകൊണ്ട് ഇവിടെ വേറെ വരുമാന മാർഗ്ഗമൊന്നുമില്ല. എൻ്റെ സെക്യൂരിറ്റി പണി ചെയ്താണ് ഈ വീട് കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ എല്ലാം ഈ വീഴ്ചയോടുകൂടി എല്ലാം പോയി. അമ്മ ഹാർട്ട് രോഗിയാണ്, അച്ഛൻ മരണപ്പെട്ടു. ജീവിക്കാൻ വേറെ വഴിയില്ല. ഒരു ഓപ്പറേഷൻ ചെയ്താൽ രക്ഷപ്പെടും എന്നാണ് ഇപ്പം ഡോക്ടർമാർ പറയുന്നത്. നാട്ടുകാരെല്ലാവരെയും ഒന്ന് സഹായിച്ച് എൻ്റെ അമ്മയും രക്ഷിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ അമ്മയും കൈവഴിയല്ല, നല്ലവരായ നാട്ടുകാരെന്നെ സഹായിക്കണം. ഞങ്ങൾക്ക് വേറെ ആരുമില്ല. അപകടശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. 3-ാം ദിവസം കണ്ണു തുറക്കുമ്പോൾ കൈകാലുകളുടെ ചലനശേഷി പ്രദീപിന് നഷ്ടമായിരുന്നു. നീണ്ട 1 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം കൈയുടെ ചലനശേഷി ഭാഗികമായി തിരിച്ചു കിട്ടി. പിതാവ് മരിച്ചതോടെ അമ്മയും പ്രദീപും മാത്രമായി. എനിക്ക് ഇവനെ ഇട്ടിട്ട് ഒന്നിനും പോകാൻ പറ്റൂല. 3 വർഷമായി ഞങ്ങൾ എന്തെങ്കിലും ജോലിക്ക് അങ്ങോട്ട് ഞാൻ അവനെ അവനെ കിടപ്പായതുകൊണ്ട് എനിക്കും പോകാൻ പറ്റൂല. ഇതുവരെയും ഇവനെ കാണാൻ വരുന്നവരും നാട്ടുകാരൊക്കെ കൂടെയാണ് എന്തെങ്കിലുമൊക്കെ തന്നാണ് ഞങ്ങൾ ഇതുവരെയും ജീവിച്ചുകൊണ്ട് പോകുന്നത്. സ്പൈനൽ കോഡിന്റെ ശസ്ത്രക്രിയ നടത്തിയാൽ പ്രദീപിനെ എഴുന്നേറ്റ് നടക്കാനാകുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. എന്നാൽ അതിന് 9 ലക്ഷത്തോളം രൂപ ആവശ്യമാണ്. സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണിവർ. നിങ്ങൾ നൽകുന്ന ഒരു ചെറിയ സഹായം പോലും പ്രദീപിന്റെ ജീവിതത്തിന് വെളിച്ചമാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം.